Hey guys, welcome back to my YouTube channel. അപ്പോൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ വ്ളോഗോ കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മറ്റേ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും പോലെ ഞാനിങ്ങനെ പടപടപടാന്ന് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. പിന്നെ അതൊക്കെ പയ്യെ സ്ലോ ആയി. വേറെ ഒന്നും കൊണ്ടല്ല, ഇൻറ്റേൺഷിപ്പ് അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഹെക്റ്റിക്കാണ്. അപ്പം അതിനിടയിൽ വീഡിയോസ് ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കും ക്ലിപ്സൊക്കെ, പക്ഷേ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു സമയം കിട്ടാറില്ല. ഭയങ്കര കഷ്ടപ്പാടും ദുരിതമൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അങ്ങനെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പം നേരം വെളുത്തപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ജസ്റ്റ് ബ്രഷ് ചെയ്തിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറൻ്റ്ലി ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ 3 months ആണ് നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് വരുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ ഞാൻ തീർക്കാൻ പോകുന്നു. എനിക്ക് 2 വീക്സും കൂടിയാണ് എനിക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ പോസ്റ്റിംഗ് തീരാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷത്തിലാണ്, കാരണം അത് നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുറേ അപ്പോയല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് നമുക്ക് ഇപ്പം ഞാൻ കറൻ്റ്ലി ബാംഗ്ലൂരാണ് ഉള്ളത്. നമുക്ക് ബാംഗ്ലൂരത്തെ ഹോസ്പിറ്റലിലല്ല കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഉള്ളത്. നമുക്ക് ഒരു മാഗടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലാണ്. അത് ഇവിടെ നിന്ന് ഒരു 40 kilometer ദൂരെയാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വീക്കെൻഡായപ്പോൾ കഴിഞ്ഞ ദിവസം സൺഡേക്ക് ഞാൻ ഇങ്ങോട്ട് ബാംഗ്ലൂർ വന്നതാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ അവിടെ തന്നെയാണ് സ്റ്റേ ഒക്കെ. എന്തെങ്കിലും ലീവ് എങ്ങാനും കിട്ടിയ, സൺഡേ ഒക്കെ കിട്ടിയ, ഒരു ദിവസം കിട്ടിയ നമ്മൾ ഇങ്ങോട്ട് വരും, എങ്ങോട്ട് ബാംഗ്ലൂർ വരും അങ്ങനെ. അപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് എനിക്ക് അങ്ങോട്ട് എത്തണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കും അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെയാണ് ഞാൻ സാധാരണ പോവാറ്, സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പോവാറ്. അവിടെ എങ്ങനെയാണ് നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അലക്കിയിട്ട തുണി ഉണങ്ങിയോന്ന് നമ്മൾ നോക്കണം. ഉണങ്ങിയെങ്കിലാണ് അതെടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. രക്ഷപ്പെട്ടു, ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എടുത്ത് വയ്ക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാം സെറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഒരു പൊട്ടിപ്പോയ ഓംലെറ്റും, ഇത് മറ്റേ ബ്രൊക്കോളി ഇല്ലേ, ബ്രൊക്കോളിയുടെ സൂപ്പാണ്, കുറച്ച് ഗ്രേപ്സ്, പിന്നെ കുറച്ച് കട്ടൻ ചായ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്ത് ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നത് സൂപ്പൊക്കെ രാവിലെ. സംഭവം അതൊന്നുമല്ല, വേറെ ഒന്നുമില്ല ഇവിടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ കഴിക്കണമെന്നുള്ളൂ. പിന്നെ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല, കാരണം ഞാൻ പോവാണല്ലോ, അതുകൊണ്ട്. അപ്പം ഞാനിപ്പോൾ ഓൺ ദ വേ ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുന്ന തിരക്കിൽ ഞാനത് മറന്നുപോയി. പിന്നെ ഇപ്പോൾ പോകുന്ന വഴിക്ക് സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഓർത്തത്, വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ സാഹസികമായിട്ട് എടുത്ത കുറച്ച് ക്ലിപ്പാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിത് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ മാഗടിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടാണ് താമസിക്കുന്നത്. അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ ആകെ ഫുൾ പൊടി ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യുന്ന സീൻസാണിത്. ക്ലീനൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ബെഡൊക്കെ വിരിച്ച് കിടക്കാനായിട്ട്. അക്സ ഇങ്ങോട്ട് നോക്കുക, വളരെ സിൻസിയറായി ബെഡ് വിരിക്കുന്ന കുട്ടി. അപ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ ഫസ്റ്റത്തെ വ്ളോഗ്. നീ സ്ക്രബ്സ് ഇട്ടാൽ മതിയായിരുന്നു, അപ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടായാലും. ഓക്കെ, അപ്പോൾ നമ്മളിതാ പോവാണ്. അപ്പോൾ നോർമലി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടീസൊക്കെ അത്യാവശ്യം ഹെക്റ്റിക്കാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നൈറ്റിലും ഒരുപാട് പേഷ്യൻസ് വരും. ഒരു 12 മണി വരെ അത്യാവശ്യം നല്ല ഹെക്റ്റിക്കായിരിക്കും. പിന്നെ അതിനുശേഷം പിന്നെ പേഷ്യൻസ് കുറച്ച് കുറവായിരിക്കും. ചില ദിവസങ്ങൾ അപ്പോഴും പേഷ്യൻസ് ഉണ്ടാവും. ഇവിടെ നോർമലി നൈറ്റിൽ നമ്മൾ 2 ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും, ഇൻറ്റേൺസ്. അതുകൂടാതെ ഒരു റൂറൽ ഡോക്ടറും ഒരു മെയിൻ കൺസൾട്ടൻറ്റും ഉണ്ടാവും. പക്ഷേ നമ്മൾ തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കേസ് വന്നാൽ മാത്രമാണ് നമ്മൾ റൂറൽ ഡോക്ടറിനെയോ അല്ലെങ്കിൽ കൺസൾട്ടനെയോ അപ്രോച്ച് ചെയ്തിട്ട് അവർ അഡ്വൈസ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ MLC ഒക്കെ വന്നാൽ നമ്മൾ തന്നെയാണ് പേഷ്യൻസ് വന്ന് അവർ ഹിസ്റ്ററി എടുക്കുന്നതും പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് വരെയും നമ്മളാണ്. അപ്പം നമ്മളാണ് അവിടെ മെയിനായിട്ട് എന്താ പറയുക, നൈറ്റ് ഹാൻഡിൽ ചെയ്യുന്ന 2 ഡോക്ടേഴ്സ്. ഇതാണ് ഇവിടുത്തെ മാഗടി താലൂക്ക് ഹോസ്പിറ്റൽ. ശരിക്കും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഇവിടെ അല്ല.
ഞങ്ങൾ ഇവിടെ അല്ല, നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിന് വേണ്ടി മാത്രം വന്നതാണ്. അതെ, ഫ്രീ ലേബറാണ് നമ്മൾ. എക്സാക്ട്ലി. ഇനി നമുക്കിവിടെ നന്ദിനി പോയി ചായ കുടിക്കാം. ഐശ്വര്യമായിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് എനിക്ക് കാപ്പി മതി. ചായക്കടയാണ് നാട്ടുകാരെ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളവും ചായയൊക്കെ കുടിക്കുന്നത്. ഇട്ട ഗ്ലാസ്സിലെ കാപ്പി, 1 big glass coffee, 1 big glass tea. മനപ്പൂർവ്വം നീ കന്നഡ പറഞ്ഞില്ലല്ലേ? പേഷ്യന്റ് വരുമ്പോ നീ എങ്ങനെ പറയൂ? താങ്കൾ കുടിക്കുന്നത് ഹെൽത്തിയാണോ? കാലിയാಗಿದೆ. ഓക്കെ, നമുക്ക് നമ്മുടെ കോഫി ആൻഡ് ടീ കിട്ടിയിട്ടുണ്ട്. എന്തോ കഴിക്കുന്നത്? ചിക്കി കുക്കി. ഇതാ നമ്മൾ ഇന്നൊരു മാംഗോ ലസ്സി, പിന്നെ അല്ലറ ചില്ലറ മിഠായികൾ. എനിക്ക് വിശക്കാം. നമുക്ക് മസാല ദോശ കഴിക്കാൻ പോവാം. ഹായ് പറ വിവേക്. ഹായ്. എല്ലാവരും ലൈക്ക് ഫോളോ സബ്സ്ക്രൈബ്. അപ്പോൾ ഇതൊരു വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരെ കുറച്ച് ടെററാണ്. അവരുടെ ഇടയ്ക്ക് നമ്മൾ ഈ ഫോണും ക്യാമറയും വ്ളോഗും ഒക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇടി കിട്ടും. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഉള്ളപ്പോൾ ഞാൻ മാക്സിമം എന്താ പറയുക വ്ളോഗൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം അതാണ് നമുക്കും അവർക്കും നല്ലത്. അതുകൊണ്ട് പേഷ്യൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും കോൺവെർസേഷനും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഒന്നും ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നില്ല. അതല്ലാതെ നമ്മുടെ ഇടയിലുള്ള എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ. പുറന്തോട്ടേക്ക് വാദം എന്നൊക്കെ പറഞ്ഞ മാതിരി കാഷ്വാലിറ്റി ട്രീറ്റ് ചെയ്യാൻ വന്ന ഡോക്ടേഴ്സാണ്. രണ്ടിനും പനി. മുഴുങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് മതിയായി, ജീവിതം മടുത്തു. ഇപ്പൊ കുറച്ച് ജീവനുകളുണ്ട് മറ്റേ പ്രാർത്ഥന പറഞ്ഞ് ഈ ഏരിയയിലുള്ള ആർക്കും ഒന്നും പറ്റല്ലേ. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന ഡോക്ടറാണ് ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടോ? നിങ്ങളിത് കാണണം. പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ വന്നിട്ട് ഒരാളിവിടെ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക, അത് ഓസിന്. ഇത് നമ്മുടെ ഇന്നത്തെ കൺസൾട്ടൻ്റ് ആണ് കേട്ടോ. സാർ പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഈ സീൻ കണ്ടപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് ഞാൻ സാർ അറിയാതെ ക്യാപ്ചർ ചെയ്തതാണ്. സാറിന് കാണാവുന്ന പേഷ്യൻ്റാണ് ആ കൊച്ച്. ആ കൊച്ചിനെ കൊണ്ടാണ് ഇപ്പോൾ സാറ് റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ നടക്കുന്നത്. അപ്പോൾ പീഡിയാട്രീഷ്യൻസ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അടിപൊളിയാണല്ലോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയോണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ആ തിരുമോന്തൊന്ന് കാണിച്ചു. ഞാനും ഇതുവരെ. അപ്പൊ ഇതാണ് ലൈറ്റ് ഓഫ് ചെയ്യാൻ നിൽക്കുന്ന കൊച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓഫ് ചെയ്തി ലൈറ്റ്. ഓക്കെ, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. വലിയ കാര്യത്തിൽ ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ കിടന്നെങ്കിലും അതിനുശേഷം ഒരുപാട് പേഷ്യൻസ് വന്നു. നമുക്ക് കോൾ വന്നപ്പോൾ നമ്മൾ താഴെ വന്ന് പേഷ്യൻസിനെ കാണേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രം ഒരു 15ഓളം പേഷ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവക്കും അത് ഒരു കുറച്ച് പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി. അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി സക്സസ്ഫുള്ളി ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ നമ്മളിപ്പോൾ ഒരു ചായയും കാപ്പിയും കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ ഈ വ്ളോഗിൻ്റെ പകുതി മുക്കാൽ പാർട്ടും ഞങ്ങളുടെ ചായ കുടിയും കാപ്പി കുടിയും മാത്രമാണ് ഉള്ളൂ. കയറുമ്പോൾ ഒരു കാപ്പി, ഇറങ്ങുമ്പോൾ ഒരു കാപ്പി. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ചായ ഇല്ലാതെ എന്ത് ജീവിതം. ഇതിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കാണിച്ചത് കാഷ്വാലിറ്റിയുടെ എൻട്രൻസ് മാത്രമാണ്. അപ്പോൾ ഈ ഭാഗമൊന്നും ഇന്നലെ കാണിക്കാൻ പറ്റിയിട്ടില്ല, ഹോസ്പിറ്റലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല രാത്രി. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസും ആ ഒരു കോമ്പൗണ്ടും. അപ്പോൾ എന്താ പറയുക, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള മോർണിംഗ്സ് മിക്കവാറും നമ്മളിവിടെ ഒരു കൊടിമരമുണ്ട്, ഇവിടെ വന്നിരുന്നിട്ടാണ് ചായയും കാപ്പിയൊക്കെ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് കുടിക്കാറ്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാഷ്വാലിറ്റിയിലോട്ട് കയറി. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടില്ല, 9:30 വരെയാണ് നമുക്ക്, മോർണിംഗ് 9:30 വരെയാണ് നമുക്ക് അവിടെ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ സിസ്റ്റർ ഇതുപോലെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും എന്തിനോ പോയേക്കായിരുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്ററിൻ്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി നന്നായി കോൺഫിഡൻ്റ് ആയിട്ട് ഇഞ്ചക്ഷൻസൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. IM ആയാലും IV ആയാലും ഇവിടെ വന്നപ്പോൾ, ഇവിടെ ആക്ച്വലി നമ്മളല്ലാതെ വേറെ ആരുമില്ല, നമ്മൾ ചെയ്തേ പറ്റൂ.
അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഔട്ട്ഡോർ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ വന്ന് നമ്മൾ നേരെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ എപ്പോഴും എണീറ്റെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.